നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇഡലിക്കും ദോശയ്ക്കും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അതിനായിട്ട് കുറച്ച് തേങ്ങ പീസസ് മുറിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം വേണം വെള്ളം ചേർത്തിട്ട് അരയ്ക്കാനായിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ്. ചതച്ചെടുക്കുമ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അതായത് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളം പാകത്തിനാക്കിയിട്ട് ഒന്ന് നല്ലപോലെ സാമാന്യം ചട്നിയുടെ പാകത്തിനുള്ള വെള്ളമാക്കിയെടുക്കുക. അതിന് ശേഷം ഇത് നമ്മൾക്ക് എണ്ണയിൽ കടുകും ചുവന്നുള്ളിയും എല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ച് ഇത് ചട്നിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കടുക് വറുത്തെടുക്കണം. ഇപ്പോൾ ആ ചട്നി ഇവിടെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ചട്നി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കണേ.